സുഹൃത്തുക്കളെ, നിങ്ങൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കരഞ്ഞിട്ടുണ്ടോ? കരച്ചിൽ വലിയ മോശപ്പെട്ടൊരു കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ. റിപ്പോർട്ടറിൽ വന്നൊരു വാർത്തയാണ്. രാഹുലിന് മുന്നിൽ കരഞ്ഞ് സതീശൻ, നാടകീയ രംഗങ്ങൾ കേസി വഴങ്ങിയേക്കും. സംഗീതയോടെ കിടക്കട്ടെ, നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. അതിലൂടെ പോവാം. തമിഴ്നാട് രാഷ്ട്രീയമൊക്കെ എന്തോന്ന് വിജയ് വിക തൂക്കുവോ തമിഴ്നാട്? എന്താ എങ്ങനെ തൂക്കലൊന്നും നടക്കുന്നില്ല. ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ വോട്ട് ഷെയർ കൂടിയോണ്ട് ചിലപ്പോൾ ഒരു സ്ലൈറ്റ് ഇമ്പാക്ട് വരാം. അവിടെയൊക്കെ നടക്കുന്ന രാഷ്ട്രീയം ഒരു ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാനുള്ള ടൈം. ഞാനിപ്പോൾ എന്തിനാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നത് ഇവന്റെ വീഡിയോ എന്ത് തേങ്ങയ്ക്കാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചതെന്ന് വിചാരിക്കും. അല്ല, വിജയ് അവിടെ മുഖ്യമന്ത്രി ആയി കേട്ടോ എന്നുകൂടി ചില ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാനും, ഒപ്പം തന്നെ നമ്മൾ ഇന്ന് എന്തുണ്ടാക്കിയേ, നമ്മളിന്ന് വിജയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരുപക്ഷെ നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ റിസൾട്ട് വന്ന് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് റിസൾട്ട് വരുന്നത്. നമ്മൾക്ക് അതിന് മുമ്പ് റിസൾട്ട് വന്നിട്ട് 5 മിനിറ്റ് മുമ്പിൽ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ മുമ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ കരയുന്നു നമ്മുടെ VD സതീശൻ. KC ഒഴിഞ്ഞു മാറി കൊടുക്കുമെന്നാണ് ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേട്ടത്. ഒന്നും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് ചെയ്ത ആളുകളൊക്കെ ഊളകൾ, നമ്മളൊക്കെ വെറും ഊളകൾ എന്ന രീതിയിലൊക്കെ നമ്മളെ തന്നെ വിളിക്കേണ്ടി വരും. ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്തതിന് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയൊക്കെ ഇപ്പോൾ ഖേദിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് അധികാരമോഹികളായിട്ടുള്ള ആളുകൾക്കാണല്ലോ വോട്ട് ചെയ്തത്. ഇവരെങ്ങാൻ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ മുഖ്യമന്ത്രിയും അതും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്താ നടക്കാൻ പോവുക എന്നുകൂടി നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നർത്ഥം. എന്തായാലും ഞാൻ ഒരു സംഗതി കൂടി വിജയുടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா நம்ம ஜெயிச்சுட்டு ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ 5ന്റെ പൈസ എടുക്കില്ല, ഗവൺമെന്റിന്റെ 5ന്റെ പൈസ ഞാൻ അനാവശ്യമായിട്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കില്ല. ഇതാണ് വിജയ് പറയുന്നത്. കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഗവൺമെന്റുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കുമോ? ഇങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക്, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടതോ ആയത് മതി, എന്തെങ്കിലും ഒന്ന് നട്ടലോടുകൂടി നിവർന്നത് ജനങ്ങളുടെ മുമ്പിൽ, ഞാൻ നിങ്ങൾ 5ന്റെ പൈസ എടുക്കില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ പ്രവർത്തിക്കും. ചുമ്മാ പറഞ്ഞ പോരാട്ടാ, പ്രവർത്തിക്കുകയും വേണം. ഇനി ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരുള്ളത്, വിജയ് ഒഫീഷ്യലി അങ്ങനെ തന്നെ പറയണം, ഒഫീഷ്യലി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കൊടുത്തൊരു കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം IOB ശാലിഗ്രാം ബ്രാഞ്ചിൽ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മാത്രം ഇദ്ദേഹത്തിന് 213 കോടി രൂപയുണ്ട്. 4 ബാങ്കുകളിലായിട്ട് 100 കോടിക്ക് മുകളിൽ FD ഇദ്ദേഹത്തിനുണ്ട്. 313 കോടി രൂപ റിസ്ക് ഇല്ലാത്ത ഓഹരികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഏകദേശം 220 കോടി രൂപ വിലയുള്ള വസ്തുക്കൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. 10 വീടുകളുണ്ട്. 82 കോടിക്ക് മൂല്യമുള്ള കെട്ടിടങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. 6 ക്രോറിന്റെ ക്യാരവാൻ ഉണ്ട്. 3 കോടിയുടെ ലെക്സസ് ഉണ്ട്. 2 കോടിയുടെ BMW ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇദ്ദേഹം ഒഫീഷ്യലി മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കൊടുത്തതാ. ഇങ്ങനെ ഒഫീഷ്യലി ഇത്രത്തോളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അൺഒഫീഷ്യലി എത്രത്തോളം സമ്പത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകുമെന്നൊക്കെ നിങ്ങൾ സിമ്പിളി ആലോചിച്ച് നോക്കൂ. ഒരു സിനിമയ്ക്കൊക്കെ 200 കോടിയും മറ്റൊക്കെ വാങ്ങിക്കുന്ന ഇദ്ദേഹത്തിന് എന്തായാലും ഈ തമിഴ്നാട്ടുകാരുടെ പാവങ്ങളുടെ പൈസ വേണ്ട നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഇങ്ങനെ ആർജവത്തോടു കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു നേതാക്കന്മാരുണ്ടെങ്കിൽ അതൊക്കെ അടിപൊളി എന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ. ഇനിയാണ് നമ്മൾ വേറെ ചില കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടത്. ഇത് വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഫോട്ടോ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ഒരു മുമ്പിലൊരു മേശ ഇരിക്കുന്നു, അതൊന്ന് മാറ്റണം. ഒരു നിമിഷം വിജയ് ഒരുപക്ഷെ സിനിമ സെറ്റിലാണെന്നൊക്കെ മറ്റൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും.
അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം മറന്നുപോയിരിക്കാം. അദ്ദേഹം പെട്ടെന്ന് ആ ഒരു ബെഞ്ച് എടുത്തിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ട ഓർഡർ ചെയ്താൽ മതി. പക്ഷെ അദ്ദേഹം അതിന് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുക കേട്ടോ. ഇനി ഈ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ തന്നെ ചില്ലറ കല്ലുകടികൾ കൂടി സംഭവിക്കുന്നുണ്ട്. അതൊന്നും ഇങ്ങനെയാണ്. സർക്കാരിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചതിനെതിരെ സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന CPI രംഗത്തെത്തി. പ്രഥമ പരിഗണന തമിഴ് താഴ്വാഴത്തിന് നൽകണമെന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? തീർച്ചയായിട്ടും തമിഴ് തായ്വാഴ മാത്രമാണ് ഞങ്ങൾ ചൊല്ലുകയുള്ളൂന്നും BJPയുടെ അജണ്ടകൾക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് DMK-ക്കാണ്, സ്റ്റാലിൻ ഗവൺമെന്റ്. അവരൊരു കാരണവശാലും ഈ വന്ദേ മാതരം പോലത്തുള്ള പരിപാടികൾ ഞങ്ങൾ ചൊല്ലില്ല, ഞങ്ങൾ അവിടെ അവതരിപ്പിക്കില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല എന്നൊക്കെ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോയിരുന്ന ആളുകളാണ്. അപ്പോഴേക്കും വിജയ് വന്നപ്പോൾ തന്നെ അത് ചൊല്ലപ്പെട്ടു. എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പിന്തുണച്ച CPI CPM അടക്കമുള്ള ആളുകൾക്ക് വിജയോട് ഇതിന്റെ കാരണം കാണിക്കൽ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകിൽ തമിഴ്നാട് ഇതോട് കൂടിയിട്ട് BJPയുടെ കയ്യിലേക്ക് പോകും, വിജയുടെ ഭരണത്തിന്റെ അവസാനത്തോടുകൂടി BJPയുടെ കയ്യിലേക്ക് പോകും, അല്ലെങ്കിൽ BJPയെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കളയാനും സാധ്യതയുണ്ട്. എന്ത് സംഭവിക്കുന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ മുമ്പിലേക്ക് വേറെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത വരുന്നത്. ഭയങ്കര സങ്കടകരമായ വാർത്തയാണ്. അത് ഇങ്ങനെയാണ്. രാഹുലിന്റെ മുമ്പിൽ കരഞ്ഞ് നമ്മുടെ VD സതീശൻ. ഇതിനെപ്പറ്റിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ബൈ.